വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. പിന്നെ മാരേജ് കഴിഞ്ഞായിരുന്നു. വിഷസ് അറിയിച്ച എല്ലാവർക്കും നന്ദി. ചക്രവാണി സാറും സൂരജും വിഷ്ണു ഒക്കെ മാരേജിന് പങ്കെടുത്തു. എല്ലാം നല്ല മംഗളമായിട്ട് തന്നെ നടന്നു. നമ്മളിന്ന് നോക്കുന്നത് ടോപ്പിക്സ് ഒന്നുമല്ല, ഒരു എക്സാമാണ്, ഒരു ടെസ്റ്റാണ്. നമ്മൾ പഠിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 50 ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ, അതായത് 1 by 1 ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് പോവുക. ലാസ്റ്റ് ഫൈനലി ടോട്ടൽ എത്ര മാർക്ക് കിട്ടി എന്ന് സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇനിയും ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ എക്സാംസ് കണ്ടക്ട് ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യമുള്ള റിവിഷൻ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. സോ നമ്മൾ ഇന്ന് എക്സാമിലോട്ട് കയറുവാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. കറക്റ്റായിട്ട് ഒന്നൊന്ന് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ആൻസർ ചെയ്താ. സോ സ്റ്റാർട്ട് ചെയ്യുവാണ്. 4 ഓപ്ഷൻസ് പറയും. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതെന്നാണ് എഴുതേണ്ടത്. OS അല്ലാത്തത് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതെന്ന് എഴുതുക. ഓപ്ഷൻ എ സഫാരി, ഓപ്ഷൻ ബി ആൻഡ്രോയിഡ്, ഓപ്ഷൻ സി മാസിൻഡോഷ്, ഓപ്ഷൻ ഡി ലിനക്സ്. മാറിപ്പോലെ. അപ്പം OS അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സഫാരി എന്നാണ്, ഓപ്ഷൻ ബി ആൻഡ്രോയിഡ് എന്നാണ്, ഓപ്ഷൻ സി മാസിൻഡോഷ് എന്നാണ്, ഓപ്ഷൻ ഡി ലിനക്സ് എന്നാണ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുവാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ സഫാരി ആണ്. സഫാരി ബ്രൗസറാണ്. ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മാസിൻഡോഷ് ആപ്പിൾകാർ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മാഷിൻടോപ്പിൻ്റെ അല്ലെങ്കിൽ ആപ്പിൾ കമ്പനിയുടെ മാക് OSൻ്റെ വേർഷൻസ് ഒക്കെ വൈൽഡ് ആനിമലിൻ്റെ പേരിലൊക്കെ അറിയപ്പെടും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ലിനക്സും ഏത് കാറ്റഗറി വരുന്നു എന്ന് ചോദിച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ സഫാരി. സഫാരി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ബ്രൗസറാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫാദേഴ്സ് ഓഫ് വാട്സപ്പിൻ്റെ പിതാക്കന്മാർ ആരെന്നാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് PQs ആണ്. ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ബ്രെയിൻ ആക്ടൺ ആൻഡ് ടിം കുക്ക് ആണോ? ഓപ്ഷൻ ബി ബ്രെയിൻ ആക്ടൺ ആൻഡ് മാർക്ക് സുക്കർബർഗ് ആണോ? ഓപ്ഷൻ സി ബ്രെയിൻ ആക്ടൺ ആൻഡ് ജാൻ കോം ആണോ? ഓപ്ഷൻ ഡി ജാൻ കോം ആൻഡ് ടിം കുക്ക് ആണോ? ഒരിക്കൽ കൂടെ പറയാം. വാട്സപ്പിൻ്റെ പിതാക്കന്മാർ ആരൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബ്രെയിൻ ആക്ടൺ ആൻഡ് ടിം കുക്ക് എന്നാണോ? ഓപ്ഷൻ ബി ബ്രെയിൻ ആക്ടൺ ആൻഡ് മാർക്ക് സുക്കർബർഗ് ആണോ? ഓപ്ഷൻ സി ബ്രെയിൻ ആക്ടൺ ആൻഡ് ജാൻ കോം ആണോ? ഓപ്ഷൻ ഡി ജാൻ കോം ആൻഡ് ടീം കുക്ക് ആണോ? നമ്മൾ സോഷ്യൽ മീഡിയാസ് എന്നൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വാട്സപ്പിനെ കുറിച്ച് ഇപ്പോൾ ഫേസ്ബുക്ക് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്സപ്പിൻ്റെ പിതാക്കന്മാർ 2 പേരാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ബ്രെയിൻ ആക്ടൺ ആൻഡ് ജാൻ കോം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. IBM സ്റ്റാൻഡ്സ് ഫോർ. ഒരുപാട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. IBMൻ്റെ പൂർണ്ണരൂപം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മിഷൻ എന്നാണോ? ഓപ്ഷൻ ബി ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ എന്നാണോ? ഓപ്ഷൻ ഡി ഇന്ത്യൻ ബിസിനസ് മിഷൻ എന്നാണോ? ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ എന്നാണോ? ഒരിക്കൽ കൂടെ. IBM സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മിഷൻ എന്നാണോ? ഓപ്ഷൻ ബി ഇന്റേണൽ ബിസിനസ് മിഷൻ എന്നാണോ? ഓപ്ഷൻ സി ഇന്ത്യൻ ബിസിനസ് മിഷൻ എന്നാണോ? ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ എന്നാണോ? ഒരിക്കൽ കൂടെ പറയുവാണ്. IBM സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മിഷൻ എന്നാണോ? ഇന്റേണൽ ബിസിനസ് മിഷൻ എന്നാണോ? ഇന്ത്യൻ ബിസിനസ് മിഷൻ എന്നാണോ? ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ എന്നാണോ ക്വസ്റ്റ്യൻ. നമുക്കറിയാം IBM സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ദിനത്തിനെ കുറിച്ചാണ്. നമ്മൾ ദിനങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദിനങ്ങൾ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റർനാഷണൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റ് സുരക്ഷാ ദിനം, അന്തർദേശീയമായിട്ടുള്ള ഇന്റർനെറ്റ് സുരക്ഷാ ദിനം എന്നാണ്. ഇന്റർനാഷണൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഡേ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡിസംബർ 2, ഓപ്ഷൻ ബി മെയ് 17, ഓപ്ഷൻ സി നവംബർ 30, ഓപ്ഷൻ ഡി ഫെബ്രുവരി
16 മാറിപ്പോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നാലും അങ്ങ് പഠിച്ചു വെച്ചോളാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റർനാഷണൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഡേ എന്നാണ്, അന്തർദേശീയ ഇന്റർനെറ്റ് സുരക്ഷാ ദിനം എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡിസംബർ 2 ആണോ? ഓപ്ഷൻ ബി മെയ് 17 ആണോ? ഓപ്ഷൻ സി നവംബർ 30 ആണോ? ഓപ്ഷൻ ഡി ഫെബ്രുവരി 16 എന്നാണോ ക്വസ്റ്റ്യൻ. നമ്മുടെ ഇന്റർനാഷണൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഡേ എന്നു ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, നവംബർ 30 എന്ന് എഴുതുക. അപ്പം ബാക്കി 3 ഓപ്ഷൻസും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ ലിറ്ററസി ദിനം എന്നു ചോദിച്ചാൽ കമ്പ്യൂട്ടർ ലിറ്ററസി ദിനമാണ് ഡിസംബർ 2. കമ്പ്യൂട്ടർ ലിറ്ററസി ദിനമാണ് ഓപ്ഷൻ ഡേ ഡിസംബർ 2. വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡേ ആണ് മെയ് 17. ടെലികമ്മ്യൂണിക്കേഷൻ ഡേ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നു ചോദിച്ചാൽ മെയ് 17 എന്ന് എഴുതുക. ഇന്റർനാഷണൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ദിനം മെയ് 30 ആണെങ്കിൽ നാഷണൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ദിനം, ദേശീയ ഇന്റർനെറ്റ് സുരക്ഷാ ദിനമാണ് ഫെബ്രുവരി 16. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇന്റർനാഷണൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ദിനമാണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ നവംബർ 30, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി കമ്പോണൻറ്റ് ഇൻ എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗത ഉള്ള മെമ്മറി കമ്പോണൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹാർഡ് ഡിസ്ക് ആണോ? ഓപ്ഷൻ ബി രജിസ്റ്റർ ആണോ? ഓപ്ഷൻ സി കഷേ മെമ്മറി ആണോ? ഓപ്ഷൻ ഡി റാം ആണോ? നമ്മൾ ഇതൊക്കെ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഹാർഡ് ഡിസ്ക് ഫാസ്റ്റസ്റ്റ് തന്നെയാണെങ്കിലും ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓപ്ഷൻ എ ഹാർഡ് ഡിസ്ക് അല്ല, ഓപ്ഷൻ ബി രജിസ്റ്റർ ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. മാറിപ്പോലെ ഏറ്റവും വേഗതയായിട്ടുള്ള കമ്പ്യൂട്ടർ മെമ്മറി ചോദിച്ചാൽ ഹാർഡ് ഡിസ്ക് ആണോ, രജിസ്റ്റർ ആണോ, കഷേ മെമ്മറി എന്ന് ചോദിച്ചാൽ കഷേ മെമ്മറി, ഓപ്ഷൻ ഡി റാം. നമുക്കിതിൽ ഓപ്ഷൻ ബി രജിസ്റ്റർ ആണ് ഫാസ്റ്റസ്റ്റ്, എ ഹാർഡ് ഡിസ്ക് അല്ല ഫാസ്റ്റസ്റ്റ്, സി കഷേ മെമ്മറി അല്ല ഫാസ്റ്റസ്റ്റ്, ഡി റാമുമല്ല ഫാസ്റ്റസ്റ്റ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് രജിസ്റ്റർ. രജിസ്റ്ററിൽ നിന്ന് 1-2 പോയിന്റ്സ് അങ്ങ് പഠിച്ചു വെച്ചോളാം. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഉണ്ട് എന്നറിഞ്ഞിരിക്കുക. രജിസ്റ്റർ മെമ്പർ ഇത് കാണപ്പെടുന്നത് സി പി യുവിൻ്റെ ഉള്ളിലാണ്, ഇൻസൈഡ് ദ സി പി യു. ഇറ്റ്സ് ഇൻ മെമ്മറി സെൽസ്. സി പി യുവിൻ്റെ ഉള്ളിൽ കാണുന്ന മെമ്മറി സെൽസുകളാണ് രജിസ്റ്ററുകൾ. ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ രജിസ്റ്റർ മെമ്മറിയാണ്. രജിസ്റ്റർ മെമ്മറി പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കഴിഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ വരുന്നില്ല എന്ന് എഴുതുക. വോളറ്റൈൽ ആണോ എന്ന് ചോദിച്ചാൽ വോളറ്റൈൽ മെമ്മറി തന്നെയാണ്. രജിസ്റ്റർ താൽക്കാലികമാണ്, എന്നാൽ പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ വരുന്ന മെമ്മറി അല്ല. അപ്പം ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി രജിസ്റ്റർ ആണ്. സി പി യുവിൻ്റെ അകത്തായിട്ട് കാണപ്പെടുന്ന മെമ്മറി സെൽസുകൾക്ക് പറയുന്ന പേരാണ് രജിസ്റ്ററുകൾ. മാറിപ്പോലെ സി പി യുവിൻ്റെ ഉള്ളിൽ കാണുന്ന മെമ്മറി സെൽസുകൾക്ക് പറയുന്ന പേരാണ് രജിസ്റ്ററുകൾ. രജിസ്റ്റർ മെമ്മറി അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ വരുന്നത് അല്ല എന്നറിഞ്ഞിരിക്കുക. അതുപോലെ രജിസ്റ്റർ ഏതുതരം മെമ്മറി എന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ ഓഫ് വോളറ്റൈൽ മെമ്മറിയാണ്, താൽക്കാലികം മാത്രമാണ്. സി പി യുവിൻ്റെ അകത്ത് കാണപ്പെടുന്ന മെമ്മറിയാണ് രജിസ്റ്റർ, പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ വരുന്നില്ല. വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണവും തന്നെയാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ രജിസ്റ്റർ എന്ന് എഴുതുക. ഇതുപോലെ നമുക്ക് കാഷേ മെമ്മറി എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റാമിനും സി പി യുവിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന താൽക്കാലിക മെമ്മറി എന്ന് ചോദിച്ചാൽ കഷേ മെമ്മറി എന്ന് എഴുതുക. റാമിനും സി പി യുവിനും ഇടയ്ക്ക് ഉളവാകുന്ന അല്ലെങ്കിൽ ഇടയ്ക്കുണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് കഷേ മെമ്മറി. എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാംസിൻ്റെ എന്തെങ്കിലും പാർട്ടുകളൊക്കെ സി പി യുയിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സി പി യു എന്നുള്ള പ്രോഗ്രാംസൊക്കെ സ്റ്റോറിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കഷേ മെമ്മറി യൂസ് ചെയ്യുന്നത്. നമുക്ക് ചോദിക്കാറുണ്ട് റാമിനും സി പി യുവിനും ഇടയ്ക്ക് ഉളവാകുന്ന താൽക്കാലിക മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ കഷേ മെമ്മറി എന്ന് എഴുതുക. രജിസ്റ്റർ ഓപ്ഷനിലില്ലാതെ കഷേ മെമ്മറി ചോദിച്ചാൽ ഫാസ്റ്റസ്റ്റ് കഷേ എന്ന് എഴുതുക. രജിസ്റ്റർ മെമ്മറി ഉണ്ടെങ്കിൽ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ രജിസ്റ്റർ തന്നെയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ഹാർഡ് ഡിസ്ക് അല്ല, ഓപ്ഷൻ ബി രജിസ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.
കഷീം മെമ്മറി ഫാസ്റ്റസ്റ്റ് ആണ്, രജിസ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്ര ഫാസ്റ്റസ്റ്റ് അല്ല. റാം ഫാസ്റ്റസ്റ്റ് തന്നെയാണ്, രജിസ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് റാമും അത്രയ്ക്ക് ഫാസ്റ്റസ്റ്റ് അല്ല. ഈ ഓപ്ഷനിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, രജിസ്റ്റർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട IT വകുപ്പ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാം ഡീപ്പായിട്ട് പഠിപ്പിച്ചതാണ്. സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട IT വകുപ്പ്. ഓപ്ഷൻ എ 66F, ഓപ്ഷൻ ബി 67B, ഓപ്ഷൻ സി 66A, ഓപ്ഷൻ ഡി 66E. ഓപ്ഷൻ എ 66F, ഓപ്ഷൻ ബി 66B, ഓപ്ഷൻ സി 66A, ഓപ്ഷൻ ഡി 66E. നമുക്കെല്ലാം അറിയാം സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട IT വകുപ്പാണ് 66F. ഓപ്ഷൻ എ 66F ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. 67B നമുക്കറിയാം ചൈൽഡ് പോണോഗ്രഫി ആണ്. 66A അറിയാം കരിനിയമം എന്നൊക്കെ അറിയപ്പെടും, നമുക്ക് എടുത്തു മാറ്റപ്പെട്ട വകുപ്പാണ്, സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ടു സോഷ്യൽ മീഡിയ എന്ന് പറയും. 66E നമുക്കറിയാം വയലേഷൻ ഓഫ് പ്രൈവസി. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 66F ആണ്, സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട IT വകുപ്പ്. അപ്പം നമ്മുടെ അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറുവാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ടു ചെക്ക് വെദർ ഓർ നോട്ട് ദ യൂസർ ഈസ് ഹ്യൂമൻ. കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തി ഹ്യൂമൻ ആണോ എന്ന് മനസ്സിലാക്കാൻ ചെയ്യുന്നത് എന്നാണ്. അപ്പം ഏത് ടെസ്റ്റാണ് കമ്പ്യൂട്ടിങ്ങിൽ ഹ്യൂമൻ ആണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്ന് തെളിയിക്കാൻ നടത്തുന്ന ടെസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡീബക്കിംഗ് ആണോ, ഓപ്ഷൻ ബി ക്യാപ്ച ആണോ, ഓപ്ഷൻ സി ഫോർമാറ്റിംഗ് ആണോ, ഓപ്ഷൻ ഡി ബൂട്ടിംഗ് ആണോ. ഓപ്ഷൻ എ ഡീബക്കിംഗ് എന്നാണ്, ഓപ്ഷൻ ബി ക്യാപ്ച എന്നാണ്, ഓപ്ഷൻ സി ഫോർമാറ്റിംഗ് എന്നാണ്, ഓപ്ഷൻ ഡി ബൂട്ടിംഗ് എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ക്യാപ്ച എന്നാണ്. നമ്മൾ സാധാരണ ഒരു പ്രൊഫൈൽ കയറുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡൊക്കെ കാണും, ഇതുപോലെ ആൽഫബറ്റും നമ്പറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം കൂടെ കാണും. ഇപ്പോൾ ക്യാപ്സ് ലോക്ക് അല്ലെങ്കിൽ ക്യാപ്സും സ്മോളും നമ്പേഴ്സൊക്കെ ചെയ്തിട്ടുള്ള സംഭവം കാണും, ഇതാണ് ക്യാപ്ച എന്ന് പറയും. അപ്പം നമ്മുടെ ഇതിന് പറയുന്ന പേരാണ് ക്യാപ്ച. ഈ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ക്രിമിനൽസ് ചെയ്താലും അല്ലെങ്കിൽ ക്രൈം വഴി ഹാക്ക് ചെയ്യപ്പെട്ടാലും ഈ ക്യാപ്ച യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഹ്യൂമൻ ആണോ എന്ന് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ക്യാപ്ച എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ സാധാരണ ചെക്കിങ്ങിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ്. ഈ ക്യാപ്ചയുടെ പൂർണ്ണരൂപം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളാം. completely automated public Turing test to tell computers and human apart എന്നാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ആണോ എന്ന് തെളിയിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് ക്യാപ്ച. ക്യാപ്ചയുടെ പൂർണ്ണരൂപം കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് പബ്ലിക് ടൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻ അപ്പാർട്ട് എന്നാണ്. നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹു ഇസ് ദ ഫസ്റ്റ് പ്രോഗ്രാമർ? ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അഡ ലവ്ലേസ് ആണോ, ഓപ്ഷൻ ബി അലൻ ട്യൂറിംഗ് ആണോ, ഓപ്ഷൻ സി ചാൾസ് ബാബേജ് ആണോ, ഓപ്ഷൻ ഡി റാൾഫ് ബിയർ ആണോ. നമുക്കെല്ലാം ഫെമിലിയർ ആണ്. ആദ്യത്തെ പ്രോഗ്രാമർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അഡ ലവ്ലേസ്, ഓപ്ഷൻ ബി അലൻ ട്യൂറിംഗ്, ഓപ്ഷൻ സി ചാൾസ് ബാബേജ്, ഓപ്ഷൻ ഡി റാൾഫ് ബിയർ. ക്വസ്റ്റ്യൻ്റെ ആൻസർ ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ ഓപ്ഷൻ എ അഡ ലവ്ലേസ് ആണ്. അലൻ ട്യൂറിംഗ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവാണ്, ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ്, അതുപോലെ റാൾഫ് ബിയർ വീഡിയോ ഗെയിമിൻ്റെ പിതാവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമറാണ് ഓപ്ഷൻ എ അഡ ലവ്ലേസ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ടു മിഷൻ ലാംഗ്വേജ്. നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സിനെ കുറിച്ച് നമ്മുടെ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്,
നമ്മൾ ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ഏത് കൺവെർട്ടറിനെയാണ് അസംബ്ലി ലാംഗ്വേജിനെ മെഷീനിലോട്ട് മാറ്റാൻ ഉപയോഗിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ കമ്പൈലർ എന്നാണ്, ഓപ്ഷൻ ബി ഇന്റർപ്രറ്റർ എന്നാണ്, ഓപ്ഷൻ സി അസംബ്ലർ എന്നാണ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ എ കമ്പൈലർ, ഓപ്ഷൻ ബി ഇന്റർപ്രറ്റർ, ഓപ്ഷൻ സി അസംബ്ലർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഡീപ്പായിട്ട് പറഞ്ഞ കാര്യമാണ്. അസംബ്ലി ലാംഗ്വേജിൽ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ലാംഗ്വേജിൽ എഴുതിയാലും കമ്പ്യൂട്ടറിന് പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിനെ മിഷൻ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റി കൊടുക്കണം. അസംബ്ലി ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഓരോരോ ലാംഗ്വേജ് എന്ന് പറയുന്നത് മിഷൻ ലെവലാണ്. നമുക്കിവിടെ അസംബ്ലി ലാംഗ്വേജിനെ മിഷനിലോട്ട് മാറ്റാൻ ഉപയോഗിക്കുന്ന കൺവെർട്ടറാണ് ഓപ്ഷൻ സി അസംബ്ലർ ആണ് ആൻസർ. അപ്പം അസംബ്ലർ യൂസ് ചെയ്താണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിനെ മിഷനിലോട്ട് മാറ്റുന്നത്. ഓപ്ഷൻ എ കമ്പൈലർ ആണ്, ഓപ്ഷൻ ബി ഇന്റർപ്രറ്റർ ആണ്. രണ്ടും യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജുകളെ മെഷീനിലോട്ട് മാറ്റാനാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി അസംബ്ലർ എന്നാണ്. അടുത്തത് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻ അറ്റംപ്റ്റ് ടു ക്രിമിനലി ആൻഡ് ഫ്രോഡൻലി അക്വയർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്ത് പറയാൻ പാടില്ലാതെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ട വിവരങ്ങൾക്ക് പറയുന്ന പേര് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആണ്. പാസ്വേഡുകൾ വരാം, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ വരാം, ബാങ്ക് ഡീറ്റെയിൽസ് വരാം. ഇവയെല്ലാം കൂടെ ചേരുന്നതാണ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഇങ്ങനെ ഈ സെൻസിറ്റീവ് ഇൻഫർമേഷനെ അൺഓതറൈസ്ഡ് ആയിട്ട് കൈക്കലാക്കുന്ന ആ ക്രൈമിന് പറയുന്ന പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സെൻസിറ്റീവ് ഇൻഫർമേഷനെ അപഹരിക്കുന്ന കുറ്റകൃത്യത്തിന് പറയുന്ന പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സൈബർ ഫിഷിംഗ് എന്നാണോ, ഓപ്ഷൻ ബി ഇമെയിൽ ബോംബിംഗ് എന്നാണോ, ഓപ്ഷൻ സി ഡേറ്റ ഡിഡിലിംഗ് എന്നാണോ, ഓപ്ഷൻ ഡി ഹാക്കിംഗ് എന്നാണോ. മാറിപ്പോലെ ഓപ്ഷൻ എ ഫിഷിംഗ് എന്നാണോ, ഓപ്ഷൻ ബി ഇമെയിൽ ബോംബിംഗ് എന്നാണോ, ഓപ്ഷൻ സി ഡേറ്റ ഡിഡിലിംഗ് എന്നാണോ, ഓപ്ഷൻ ഡി ഹാക്കിംഗ് എന്നാണോ. നമുക്കറിയാം സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അപഹരിക്കുന്ന ആ ക്രൈമിന് പറയുന്ന പേരാണ് ഫിഷിംഗ് എന്ന് പറയും. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ഫിഷിംഗ് ആണ്, സൈബർ ഫിഷിംഗ് ആണ്. സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഹാക്ക് അല്ലെങ്കിൽ കൈക്കലാക്കുന്ന ആ ക്രൈമിന് പറയുന്ന പേര്. സെൻസിറ്റീവ് ഇൻഫർമേഷൻസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പാസ്വേഡ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, പിൻ നമ്പർ, ഇതെല്ലാമാണ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്. അതിനെ അപഹരിക്കുന്ന കുറ്റത്തിന് പറയുന്ന പേരാണ് ഫിഷിംഗ് എന്ന് പറയും. നമുക്ക് ഓപ്ഷൻ ബി ഇമെയിൽ ബോംബിംഗ് ആയിരുന്നു. നമ്മളൊരു പർട്ടിക്കുലർ അഡ്രസ്, ഏതെങ്കിലും ഒരു അഡ്രസ്സിലോട്ട് നമ്മൾ തൗസൻഡ്സ് ഓഫ് മെയിൽസിനെ റിപ്പീറ്റായിട്ട് അയച്ചു കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയും. ഡേറ്റ ഡിഡിലിംഗ് എന്ന് വെച്ചാൽ ഹാക്ക് ചെയ്യുന്നപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഹാക്കർ ഒരു ക്രൈം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ പ്രോസസ്സിങ്ങിന് മുമ്പായിട്ട് മാറ്റിക്കളയും. ഇപ്പം നമ്മൾ 10+10 കൊടുത്തിട്ട് 20 വരണമെങ്കിൽ അവിടെ നമ്മൾ പ്രോസസ്സിങ്ങിന് മുമ്പായിട്ട് ഈ ഒരു 10 മാറ്റി 20 ആക്കും. അപ്പോഴത്തേക്ക് നമുക്ക് 30 ആൻസർ വരുള്ളൂ. നമ്മൾ വിചാരിക്കും തെറ്റാണെന്ന്. അങ്ങനെ ഡേറ്റയ്ക്ക് മാറ്റം വരുത്തുന്ന കുറ്റത്തിന് പറയുന്ന പേരാണ് ഡേറ്റ ഡിഡിലിംഗ്. ഓപ്ഷൻ ഡി ഹാക്കിംഗ് ആണ്. നമ്മൾ അനധികൃതമായ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കയറി അതിൻ്റെ ഡേറ്റാസിനെ വിവരങ്ങളെയൊക്കെ ഡാമേജ് ആക്കുന്നതിന് പറയുന്ന പേരാണ് ഹാക്കിംഗ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, സെൻസിറ്റീവ് ഇൻഫർമേഷൻ അപഹരിക്കുന്ന കുറ്റകൃത്യത്തിന് പറയുന്ന പേര് ഓപ്ഷൻ എ ഫിഷിംഗ് എന്നാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ ആക്ടിവിറ്റി ഓഫ് ക്രിയേറ്റിംഗ് സെക്ടേഴ്സ് ആൻഡ് ട്രാക്സ്. സെക്ടറുകളും ട്രാക്കുകളും ക്രിയേറ്റ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്തെന്നാണ്. നമ്മൾ പ്രൈമറി മെമ്മറി ഡിവൈസ് ആൻഡ് സെക്കൻഡറി മെമ്മറി ഡിവൈസ് പഠിച്ച സമയത്ത് പഠിച്ചൊരു കാര്യമാണിത്. ഓപ്ഷൻ എ ട്രാക്കിംഗ് എന്നാണോ, ഓപ്ഷൻ ബി സെക്ടറിംഗ് എന്നാണോ, ഓപ്ഷൻ സി പ്ലാറ്ററിംഗ് എന്നാണോ, ഓപ്ഷൻ ഡി ഫോർമാറ്റിംഗ് എന്നാണോ. മാറിപ്പോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം സെക്ടേഴ്സും ട്രാക്കും ഉണ്ടാക്കുന്നതിന് പറയുന്ന പേര് ഓപ്ഷൻ എ ട്രാക്കിംഗ് എന്നാണോ, ഓപ്ഷൻ ബി സെക്ടറിംഗ് എന്നാണോ, ഓപ്ഷൻ സി പ്ലാറ്ററിംഗ് എന്നാണോ, ഓപ്ഷൻ ഡി ഫോർമാറ്റിംഗ് എന്നാണോ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്ടേഴ്സ് ആൻഡ് ട്രാക്സ്. ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് സെക്ടേഴ്സ് ആൻഡ് ട്രാക്സിന് പറയുന്ന പേര് ഫോർമാറ്റിംഗ് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ മുമ്പ് പഠിച്ചതാണ് പ്ലാറ്റേഴ്സിനെ കുറിച്ച്. പ്ലാറ്ററുകൾ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ്. ഇതിൻ്റെ അകത്ത് കാണുന്ന നമ്മുടെ 2 രൂപങ്ങളാണ് പ്ലാറ്ററുകൾ. പ്ലാറ്റർ നമ്മൾ ട്രാക്കുകളാക്കി മാറ്റും. ട്രാക്സിനെ നമ്മൾ തൗസൻഡ്സ് ഓഫ് സെക്ടേഴ്സ് ആക്കി മാറ്റും. ഇത് പ്ലാറ്റേഴ്സ് ആണ്, ഇത് ട്രാക്സ് ആണ്. ഇവിടെ വരുന്ന കുഞ്ഞു യൂണിറ്റ്സ് ആണ് സെക്ടേഴ്സ്. ഇങ്ങനെ ട്രാക്സും സെക്ടേഴ്സും ക്രിയേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ് എന്ന് പറയും. സെക്ടറിങ്ങും ട്രാക്കിങ്ങും എന്നല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോർമാറ്റിംഗ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇമെയിൽ ട്രാൻസ്മിഷൻ അക്രോസ് ഇൻ്റർനെറ്റ്.
അതായത് ഇമെയിൽ ട്രാൻസിഷൻ അക്രോസ് ഇൻ്റർനെറ്റിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതെന്നാണ്. അപ്പം ഏത് പ്രോട്ടോക്കോളാണ് ഇമെയിൽ സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമെയിൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ്. ഇമെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഒന്നാമത്തേത് SNTP എന്നാണോ, രണ്ടാമത്തേത് POP ആണ്, മൂന്നാമത്തേത് HTTP ആണ്, നാലാമത്തേത് HTTPS ആണ്. അപ്പം ഇമെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഇമെയിൽ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഓപ്ഷൻ A SMTP ആണ്, ഓപ്ഷൻ B POP ആണ്, ഓപ്ഷൻ D HTTP ആണ്, ഓപ്ഷൻ D HTTPS ആണ്. നമുക്കറിയാം മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓപ്ഷൻ A SMTP ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ B POP ആണ്. POP പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്ന് പറയും. മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് SNTP ആണെങ്കിൽ മെയിൽ റിസീവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് POP അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്ന് പറയും. മൂന്നാമത്തെ ഓപ്ഷൻ HTTP ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയും. www അക്സസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് അക്സസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എന്ന് ചോദിക്കാറുണ്ട്. അതിന് പറയുന്ന പേരാണ് നമ്മുടെ ഈ പറയുന്ന HTTP. സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഓപ്ഷൻ D HTTPS. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ എന്ന് പറയും. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മെയിൽ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഓപ്ഷൻ A SNTP ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഗുരുജി ഓപ്ഷൻ A ഗുരുജി, ഓപ്ഷൻ B ആർക്കി, ഓപ്ഷൻ C നെക്സസ്, ഓപ്ഷൻ D എപ്പിക്. ആദ്യത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ഗുരുജി, ഓപ്ഷൻ B ആർക്കി, ഓപ്ഷൻ C നെക്സസ്, ഓപ്ഷൻ D എപ്പിക്. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ഉള്ളൊരു ഏരിയ ആണ് വെബ് ബ്രൗസർ ആൻഡ് സെർച്ച് എഞ്ചിൻസ്. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഏരിയ ആണ്. നമുക്കിവിടെ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിനും പഠിച്ചിട്ടുണ്ട്, ലോകത്തിലെ ആദ്യത്തെ ബ്രൗസറും പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ ബ്രൗസറും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ഓപ്ഷൻ B ആർക്കി. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഓപ്ഷൻ B ആർക്കി ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ഓപ്ഷൻ A ഗുരുജി. മാറിപ്പോലെ ലോകത്തിലെ ആദ്യത്തേത് B ആർക്കിയാണ്, ഇന്ത്യയുടേത് ഗുരുജിയാണ്. ഓപ്ഷൻ A ഗുരുജി. ഓപ്ഷൻ C നെക്സസ് ആണ്. നെക്സസ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ അല്ല, ലോകത്തിലെ തന്നെ ആദ്യത്തെ ബ്രൗസറാണ് നെക്സസ്. ലോകത്തിലെ ആദ്യത്തെ ബ്രൗസറാണ് നെക്സസ്. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ബ്രൗസറാണ് ഓപ്ഷൻ D എപ്പിക്. അപ്പം നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ചോദിച്ചാൽ ഓപ്ഷൻ B ആർക്കി എന്ന് എഴുതുക. അടുത്ത നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ, ഓപ്ഷൻ B സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, ഓപ്ഷൻ C എംബഡഡ് സോഫ്റ്റ്വെയർ ആണോ, ഓപ്ഷൻ D പേഴ്സണൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണോ എന്നാണ് ഓപ്ഷൻസ്. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ OS എന്നതാണ് ഓപ്ഷൻ A. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതുതരം സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ A ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ B സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ C എംബഡഡ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ D പേഴ്സണൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. നമുക്കെല്ലാം അറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്ഷൻ B സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റത്തിന് എസെൻഷ്യൽ ആണ്. ഓപ്ഷൻ B ഈസ് ദ കറക്റ്റ് ആൻസർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതൊക്കെ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ B ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ഫോർട്രാൻ ആണോ, ഓപ്ഷൻ B പ്രൊലോഗ് ആണോ, ഓപ്ഷൻ C കൊബോൾ ആണോ, ഓപ്ഷൻ D ജാവ ആണോ. ഓപ്ഷൻ A ഫോർട്രാൻ, ഓപ്ഷൻ B പ്രൊലോഗ്, ഓപ്ഷൻ C കബോൾ, ഓപ്ഷൻ D ജാവ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 5ാം തലമുറയിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് പ്രൊലോഗ്. ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചിട്ട് എടുത്ത് ചോദിച്ചാൽ അവിടുത്തെ ലാംഗ്വേജ് പ്രൊലോഗ് എന്ന് എഴുതാളൂ. ഫോർട്രാൻ ആദ്യത്തെ ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊക്കെ അറിയപ്പെടും. കൊബോൾ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്, ബിസിനസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. ജാവ ഇൻ്റർനെറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു ലാംഗ്വേജ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഓപ്ഷൻ B പ്രൊലോഗ്.
അടുത്ത ക്വസ്റ്റ്യൻ ഒരു നമ്പർ കൺവേർഷൻ ആണ്. വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1011 നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺവേർഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 5 കൺവേർഷനാണ് പ്രധാനമായിട്ടും ചോദിക്കാറ്. അതിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1011. Option A 0011, option B 1101, option C 0100, option D 0001. നമുക്ക് വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. വേറെ ഒന്നുമില്ല. വൺസ് കോംപ്ലിമെൻ്റ് കേസിൽ 1ൻ്റെ പ്ലേസിൽ 0 കൊടുക്കുക, 0യുടെ പ്ലേസിൽ 1 കൊടുക്കുക. ഈ ഒരു സംഭവം മാത്രം ഓർത്തിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ ഇതാണ്, വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1011. വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1011 ചോദിച്ചാൽ 1ൻ്റെ പ്ലേസിൽ 0 വരണം, 0, 0ൻ്റെ പ്ലേസിൽ 1 വരണം, 1ൻ്റെ പ്ലേസിൽ 0, 1ൻ്റെ പ്ലേസിൽ 0. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1011 ആൻസർ ഈസ് 0100. നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. FTP stands for ഫസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണോ, ഫയൽ ടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്നാണോ, ഫയൽ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ എന്നാണോ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്? FTP stands for 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. FTP stands for A ഫസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണോ, ബി ഫയൽ ടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്നാണോ, സി ഫയൽ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ എന്നാണോ, ഡി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് ഓപ്ഷൻസ്. നമുക്കറിയാം FTP stands for ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. FTP stands for ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഉപകരണത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. പ്ലോട്ടർ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി പ്രിൻ്റർ, ഓപ്ഷൻ സി സ്കാനർ, ഓപ്ഷൻ ഡി പ്രൊജക്ടർ. അപ്പം ഔട്ട്പുട്ട് ഉപകരണം അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റായിട്ട് എഴുതിക്കോളാം. ഓപ്ഷൻ എ പ്ലോട്ടർ, ഓപ്ഷൻ ബി പ്രിൻ്റർ, ഓപ്ഷൻ സി സ്കാനർ, ഓപ്ഷൻ ഡി പ്രൊജക്ടർ. ഇതിൽ ഔട്ട്പുട്ട് ഉദാഹരണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉപകരണം അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓപ്ഷൻ സി സ്കാനർ എന്നാണ് ആൻസർ. സ്കാനർ ഏതെന്ന് ചോദിച്ചാൽ ഇൻപുട്ട് ഉപകരണമാണ്. നമുക്കറിയാം പേപ്പർ ഡോക്യുമെൻസിനെ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ. പ്ലോട്ടർ ഔട്ട്പുട്ടാണ്, പ്രിൻ്റർ ഔട്ട്പുട്ടാണ്, പ്രൊജക്ടറും ഔട്ട്പുട്ട് തന്നെയാണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ 18ാമത്തെ ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് ഉപകരണം അല്ലാത്തത് ഓപ്ഷൻ സി സ്കാനർ എന്നെഴുതുക. 19 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാസ്സാക്കിയത് എന്നാണ്. മാറിപ്പോലെ നിലവിൽ വന്നത് എന്നല്ല, പാസ്സാക്കിയത് എന്നാണ്. IT ആക്ട് 2000 പാസ്സാക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ. IT ആക്ട് 2000 പാസ്സാക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 19 ജാനുവരി 2000, ഓപ്ഷൻ ബി 30 ജാനുവരി 2000, ഓപ്ഷൻ സി 9 ജൂൺ 2000, ഓപ്ഷൻ ഡി 15 ജൂലൈ 1999. മാറിപ്പോലെ നമ്മുടെ IT ആക്ട് 2000 പാസ്സാക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 19 ജാനുവരി 2000 ആണോ, ഓപ്ഷൻ ബി 30 ജാനുവരി 2000 ആണോ, ഓപ്ഷൻ സി 9 ജൂൺ 2000 ആണോ, ഓപ്ഷൻ ഡി 15 ജൂലൈ 1999 ആണോ എന്നാണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 9 ജൂൺ 2000 ആണ്. IT ആക്ട് പാസ്സാക്കുന്നത് 9 ജൂൺ 2000, IT ആക്ട് നിലവിൽ വരുന്നത് 17 ഒക്ടോബർ 2000. പാസ്സാക്കിയത് ആണ് ചോദിച്ചത്. പാസ്സാക്കിയത് അല്ലെങ്കിൽ ഇനാക്ട് ചെയ്തത് ഓപ്ഷൻ സി 9 ജൂൺ 2000 എന്ന് എഴുതുക. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസിസ്റ്റേഴ്സ് യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ?
കമ്പ്യൂട്ടറിൻ്റെ ഏത് തലമുറയിലാണ് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചത് എന്നാണ്. ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചത് കമ്പ്യൂട്ടറിൻ്റെ ഏത് തലമുറ എന്നാണ് ക്വസ്റ്റ്യൻ. ഇരുപത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ഒന്നാം തലമുറ, ഓപ്ഷൻ ബി മൂന്നാം തലമുറ, ഓപ്ഷൻ സി രണ്ടാം തലമുറ, ഓപ്ഷൻ ഡി നാലാം തലമുറ. ഓപ്ഷൻ എ ഒന്നാം തലമുറ, ഓപ്ഷൻ ബി മൂന്നാം തലമുറ, ഓപ്ഷൻ സി രണ്ടാം തലമുറ, ഓപ്ഷൻ ഡി നാലാം തലമുറ. നമുക്കറിയാം വാക്വം ട്യൂബ്സ് ഒന്നാം തലമുറയിൽ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചത് രണ്ടാം തലമുറയിലാണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ രണ്ടാം തലമുറയാണ്. മൂന്നാം തലമുറയിൽ IC ചിപ്സ് ആണ്. നാലാം തലമുറയിൽ മൈക്രോ പ്രോസസ്സറുകൾ. അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തത് ഏത് തലമുറ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി രണ്ടാം തലമുറയാണ് കറക്റ്റ് ആൻസർ. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് സോഫ്റ്റ്വെയർ ആണ് മറ്റുള്ളവർ അറിയാത്ത അവരുടെ വിവരങ്ങൾ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ്. ഇപ്പം നമുക്ക് കുറച്ച് നമ്മൾ വൈറസുകൾ പഠിച്ചപ്പം പരിചയപ്പെട്ട ഒരു ടേമാണ്. അപ്പം ഏത് സോഫ്റ്റ്വെയറുകളാണ് മറ്റുള്ളവർ അറിയാതെ അവരുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്പൈവെയർ ആണോ, ഓപ്ഷൻ ബി മാൽവെയർ ആണോ, ഓപ്ഷൻ സി ഫേംവെയർ ആണോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണോ. അപ്പം നമ്മൾ മറ്റുള്ളവർ അറിയാതെ അവരുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്പൈവെയർ ആണോ, ഓപ്ഷൻ ബി മാൽവെയർ ആണോ, ഓപ്ഷൻ സി ഫാംവെയർ ആണോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണോ. നമുക്കറിയാം മറ്റുള്ളവരുടെ ഇൻഫർമേഷൻസ് അവരറിയാതെ ഗ്യാദർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്ഷൻ എ സ്പൈവെയർ എന്ന് പറയും. മാൽവെയർ കമ്പ്യൂട്ടറിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രോഗ്രാംസ് ആണ്. പക്ഷെ അത് നമ്മൾ മറ്റുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഉപയോഗിക്കാറില്ല. ഫേംവെയർ നമ്മൾ റാം ചിപ്പിലോട്ട് സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാംസിന് പറയുന്ന പേരാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ സ്പൈവെയർ എന്നാണ്. നമ്മുടെ 22ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറുവാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ പ്രോസസ്സിംഗ് ഡേറ്റ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ ഏതെന്നാണ്. കമ്പ്യൂട്ടറുകളിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതെന്നാണ്. മുമ്പൊരു ക്വസ്റ്റ്യനിൽ ഇത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഹൈ ലെവൽ ലാംഗ്വേജ് ആണോ, സെക്കൻഡ് വൺ മിഷൻ ലെവൽ ലാംഗ്വേജ് ആണോ, തേർഡ് വൺ അസംബ്ലി ലാംഗ്വേജ് ആണോ, ഫോർത്ത് വൺ നൺ ഓഫ് ദിസ്. ഓക്കെ, മാറിപ്പോലെ കമ്പ്യൂട്ടറുകളിൽ ഡേറ്റ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. ഓപ്ഷൻ എ ഹൈ ലെവൽ ആണോ, ഓപ്ഷൻ ബി മിഷൻ ആണോ, ഓപ്ഷൻ സി അസംബ്ലി ലാംഗ്വേജ് ആണോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നമുക്കറിയാം മറ്റുള്ള ലാംഗ്വേജുകളൊന്നും കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിൽ ഡേറ്റ പ്രോസസ് ചെയ്യണമെങ്കിൽ അനിവാര്യമായിട്ടുള്ള ലാംഗ്വേജ് ആണ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. മിഷൻ ലെവൽ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിലെ ഡേറ്റ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. അപ്പം മിഷൻ ലെവൽ ലാംഗ്വേജ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 23 ഓൺ നിബിൾ ഈസ് ഈക്വൽ ടു ഹൗ മെനി ബിറ്റ്. ഒരു നിബിൾ എന്ന് പറയുന്നത് എത്ര ബിറ്റുകൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 2 ബിറ്റുകൾ, ഓപ്ഷൻ ബി 4 ബിറ്റുകൾ, ഓപ്ഷൻ ഡി 8 ബിറ്റുകൾ, ഓപ്ഷൻ ഡി 10 ബിറ്റുകൾ. ഓപ്ഷൻ എ 2 ബിറ്റ്, ഓപ്ഷൻ ബി 4 ബിറ്റ്, ഓപ്ഷൻ സി 8 ബിറ്റ്, ഓപ്ഷൻ ഡി 10 ബിറ്റ്. നമുക്കറിയാം 4 ബിറ്റുകൾ ചേരുന്നതാണ് ഒരു നിബിൾ, 8 ബിറ്റുകൾ ചേരുന്നതാണ് ഒരു ബൈറ്റ്. ഒരു ലിസ്റ്റ് തന്നെ പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അത് പഠിച്ചിട്ട് പരീക്ഷ കയറാളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നിബിൾ ചോദിക്കാറുണ്ട്. ഓൺ നിബിൾ എന്ന് ചോദിച്ചാൽ എത്ര ബിറ്റ് എന്ന് ചോദിച്ചാൽ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി 4 ബിറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഒരു നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റുകളാണ് എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ബോക്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ ഏകദേശം യോട്ട ബൈറ്റ് വരെ പഠിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉറപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ നേരത്തെ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതെന്ന് പറഞ്ഞതുപോലെ ഇപ്പം അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതെന്നാണ്. ഓപ്ഷൻ എ കീബോർഡ്, ഓപ്ഷൻ ബി മൗസ്, ഓപ്ഷൻ സി OMR, ഓപ്ഷൻ ഡി മോണിറ്റർ. ഓക്കെ, മാറിപ്പോലെ ഇൻപുട്ട് ഉപകരണം ആയത് എന്നതല്ല, ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കീബോർഡ് ആണോ, ഓപ്ഷൻ ബി മൗസ് ആണോ, ഓപ്ഷൻ സി OMR ആണോ, ഓപ്ഷൻ ഡി മോണിറ്റർ ആണോ. നമുക്കറിയാം പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡിവൈസ് ആണ് മോണിറ്റർ. ഇൻപുട്ട് അല്ലാത്തത് ഏതെന്നാണ് എഴുതാൻ പറഞ്ഞത്. അതുകൊണ്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഏതെന്ന് നോക്കിയാൽ മതി. ഇവിടുത്തെ ഓപ്ഷൻ ഡി മോണിറ്റർ ആണ് കറക്റ്റ് ആൻസർ. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്, മൗസ് ഇൻപുട്ട് ഡിവൈസ് ആണ്, OMR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. നമ്മൾ മത്സര പരീക്ഷകളിലേക്ക്
വാല്യുവേഷൻ ഉപയോഗിക്കുന്നതാണ് OMR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. OMR ഏതുതരം ഡിവൈസ് എന്ന് ചോദിച്ചാൽ അതും ഇൻപുട്ട് ഡിവൈസ് ആണ്. ഈ 4 ഓപ്ഷനുകളിൽ കറക്റ്റ് ആൻസർ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഓപ്ഷൻ ഡി മോണിറ്റർ ആണ്. മോണിറ്റർ ഇൻപുട്ട് അല്ല, മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ 25ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കാനും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകൾ ആക്കാനും ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിംഗ് ഉപകരണം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അനലോഗിനെ ഡിജിറ്റൽ ആക്കാനും നേരെ തിരിച്ച് ഡിജിറ്റലിനെ അനലോഗ് ആക്കാനും ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിംഗ് ഉപകരണത്തിന്റെ പേരെഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മോഡം എന്നാണോ, ഓപ്ഷൻ ബി ഗേറ്റ്വേ എന്നാണോ, ഓപ്ഷൻ സി റിപ്പീറ്റർ എന്നാണോ, ഓപ്ഷൻ ഡി ഹബ്ബ് എന്നാണോ? ഓപ്ഷൻ എ മോഡം, ഓപ്ഷൻ ബി ഗേറ്റ്വേ, ഓപ്ഷൻ സി റിപ്പീറ്റർ, ഓപ്ഷൻ ഡി ഹബ്ബ്. നമുക്കറിയാം അനലോഗിനെ ഡിജിറ്റൽ ആക്കാനും ഡിജിറ്റലിനെ അനലോഗ് ആക്കാനും ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിംഗ് ഉപകരണമാണ് ഓപ്ഷൻ എ മോഡം. മോഡുലേറ്റർ ആൻഡ് ഡി മോഡുലേറ്റർ എന്ന് പറയും. നമ്മൾ ഇവിടെ മോഡത്തെക്കുറിച്ച് വേറെ പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് യൂസ്ഡ് ആസ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഉപകരണം എന്ന് പഠിച്ചിട്ടുണ്ട്. ഗേറ്റ്വേ വിവിധതരം നെറ്റ്വർക്കുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. റിപ്പീറ്റർ ശക്തി കുറഞ്ഞ സിഗ്നൽസിനെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഹബ്ബ് വ്യത്യസ്ത കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിജിറ്റലിനെ അനലോഗ് ആക്കാനും അനലോഗിനെ ഡിജിറ്റൽ ആക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ എ മോഡം. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓഡിയോ ഫയലുകളിൽ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡോട്ട് കഴിഞ്ഞിട്ട് വരുന്ന എക്സ്റ്റൻഷൻസ്. അപ്പം ഓഡിയോ ഫയലുകൾക്ക് ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡോട്ട് JPEG ആണോ, ഓപ്ഷൻ ബി ഡോട്ട് MP3 ആണോ, ഓപ്ഷൻ സി ഡോട്ട് ZIP ആണോ, ഓപ്ഷൻ ഡി ഡോട്ട് FLV ആണോ? ഓക്കെ, നമുക്കറിയാം നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വരും ഓപ്ഷൻ എ JPEG അല്ല, ഓപ്ഷൻ സി ഡോട്ട് ZIP അല്ല, ഓപ്ഷൻ ഡി ഡോട്ട് FLVയും അല്ല, ഓപ്ഷൻ ബി ഡോട്ട് MP3 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പം ഓഡിയോ ഫയലുകൾക്ക് ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ ചോദിച്ചാൽ ഓപ്ഷൻ ബി ഡോട്ട് MP3 ആണ്. ഡോട്ട് MP3 ആണ് ഓഡിയോ ഫയലുകൾക്ക് ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ. ഇമേജുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഡോട്ട് JPEG. ഓപ്ഷൻ എ ഇമേജുകളുടെ ഫയലാണ്, ഇമേജുകളുടെ എക്സ്റ്റൻഷൻ ആണ്. ഓപ്ഷൻ സി ഡോട്ട് ZIP കംപ്രസ്ഡ് ഫയലുകളെ കംപ്രസ് ചെയ്ത് സൂക്ഷിക്കാനാണ് ZIP യൂസ് ചെയ്യാറ്. നമ്മൾ ഫ്ലാഷ് വീഡിയോ ഫയലുകളാണ് ഡോട്ട് FLV. ഫ്ലാഷ് വീഡിയോ ഫയൽസ് ഒന്നും ചോദിക്കില്ല. നമുക്ക് ഇമേജും ഓഡിയോ വീഡിയോ അതുപോലെ കംപ്രസ്ഡ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഓഡിയോ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് MP3. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബയോസ് സോഫ്റ്റ്വെയർ സ്റ്റോർഡ് ഇൻ. ബയോസ് എന്ന് പറയുന്നത് പ്രോഗ്രാമാണ്. ബയോസ് പ്രോഗ്രാം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റാം ആണോ, ഓപ്ഷൻ ബി റോം ആണോ, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക് ആണോ, ഓപ്ഷൻ ഡി സ്റ്റാറ്റിക് റാം ആണോ? ഓപ്ഷൻ എ റാം ആണോ, ഓപ്ഷൻ ബി റോം ആണോ, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക് ആണോ, ഓപ്ഷൻ ഡി സ്റ്റാറ്റിക് റാം ആണോ? നമുക്കറിയാം നമ്മുടെ ഈ റോം എന്ന് പറയുന്ന റോമിൽ ശേഖരിക്കപ്പെടുന്ന പ്രോഗ്രാമുകളെ നമ്മൾ പറയുന്ന അത്തരം പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ആക്ടിവേറ്റ് ആക്കുന്ന പ്രോഗ്രാമാണ് ബയോസ്. ബയോസ് എവിടെ സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ ബയോസ് എവിടെ കാണുന്നു എന്നൊക്കെ ചോദിച്ചാൽ ബയോസ് റോമാണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. റാം എഴുതാൻ ഒരു ടെൻഡൻസി വരും, അല്ല. ബയോസ് സ്റ്റോർ ചെയ്യുന്നത് റോമാണ്. റീഡ് ഓൺലി മെമ്മറി. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 28ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ഫ്ലോപ്പി ആണ്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 700 MB ആണോ, ഓപ്ഷൻ ബി 1.44 MB ആണോ, ഓപ്ഷൻ സി 4.7 GB ആണോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണോ? ഫ്ലോപ്പിയുടെ സ്റ്റോറേജിനെ പറ്റി നമുക്കറിയാം, അത് ചെറിയ സൈസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ 700 MB ആണോ, ഓപ്ഷൻ ബി 1.44 MB ആണോ, ഓപ്ഷൻ സി 4.7 GB ആണോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണോ? ഫ്ലോപ്പി ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഓപ്ഷൻ ബി 1.44 MB ആണ്. 1.44 MB ബി ആണ് കറക്റ്റ് ആൻസർ. 700 MB നമുക്കറിയാം CD-യുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. ഓപ്ഷൻ സി 4.7 GB ഉണ്ട്, അത് DVD-യുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1995, ഓപ്ഷൻ ബി 1969, ഓപ്ഷൻ സി 1975, ഓപ്ഷൻ ഡി 1976. ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷമാണ് ഓപ്ഷൻ എ 1995 എന്നാണ് കറക്റ്റ് ആൻസർ.
അർപ്പാനെറ്റ് ഇന്റർനെറ്റിന്റെ ആദ്യത്തെ രൂപമാണ് അർപ്പാനെറ്റ്. അത് നിലവിൽ വന്നതാണ് 1969, ഓപ്ഷൻ ബി. ഓപ്ഷൻ സി 1975 നമ്മളൊരു പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് കമ്പനി നിലവിൽ വന്നത് 1975 ആണെങ്കിൽ ഓപ്ഷൻ ഡി 1976 ആപ്പിൾ കമ്പനി നിലവിൽ വന്ന വർഷമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇന്ത്യയിലെ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷം 1995, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആപ്പിൾ ആണോ, ഓപ്ഷൻ ബി ഗൂഗിൾ ആണോ, ഓപ്ഷൻ സി നോക്കിയ ആണോ, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് ആണോ. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആപ്പിൾ എന്നാണോ, ഓപ്ഷൻ ബി ഗൂഗിൾ എന്നാണോ, ഓപ്ഷൻ സി നോക്കിയ എന്നാണോ, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് എന്നാണോ. നമുക്കറിയാം ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് ഓപ്ഷൻ ബി ഗൂഗിൾ. അപ്പോൾ നമ്മുടെ ആപ്പിൾ കമ്പനിക്കാർ ഡെവലപ്പ് ചെയ്ത മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് iOS. നോക്കിയ കമ്പനിക്കാർ ഡെവലപ്പ് ചെയ്തത് സിംബിയോൺ ആണ്. അതുപോലെ മൈക്രോസോഫ്റ്റുകാർ ഡെവലപ്പ് ചെയ്തത് വിൻഡോസ് CE ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഓപ്ഷൻ ബി ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയാണ്. അടുത്തത് 31. ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്ക്. അപ്പം പരസ്പരം അടുത്തിരിക്കുന്ന ആൾക്കാരുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിന് പറയുന്ന പേര്. ഓപ്ഷൻ എ LAN എന്നാണോ, ഓപ്ഷൻ ബി WAN എന്നാണോ, ഓപ്ഷൻ സി MAN എന്നാണോ, ഓപ്ഷൻ ഡി PAN എന്നാണോ. അപ്പം 2 വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിന് പറയുന്ന പേര് LAN എന്നാണോ, WAN എന്നാണോ, MAN എന്നാണോ, PAN എന്നാണ് ഓപ്ഷൻ. നമുക്കറിയാം 2 ആൾക്കാരുടെ തമ്മിൽ അടുത്തിരിക്കുന്ന ആൾക്കാർ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ഓപ്ഷൻ ഡി PAN അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഇവിടെ LAN എന്ന് വെച്ചാൽ ചെറിയ ഒരു ബിൽഡിങ്ങിലൊക്കെ ഇരുന്നിട്ട് ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്നതാണ്. WAN എന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലൊക്കെ 2 രാജ്യത്തൊക്കെ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇന്റർനെറ്റ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. MAN എന്ന് വെച്ചാൽ സിറ്റികൾ തമ്മിൽ കേബിൾ TV എന്നൊക്കെ പറയുന്നത് അതിന് ഉദാഹരണം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം നടത്തുന്ന ഉപകരണം അല്ലെങ്കിൽ നെറ്റ്വർക്കാണ് PAN അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. 32ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ എന്നാണ്. ഈ തരുന്ന ഓപ്ഷനിൽ സെർച്ച് എഞ്ചിന് ഉദാഹരണം എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്രോമിയം ആണ്, ഓപ്ഷൻ ബി എഡ്ജ് ആണ്, ഓപ്ഷൻ സി ചീറ്റയാണ്, ഓപ്ഷൻ ഡി ഡക്ക് ഗോയാണ്. ഒക്കെ മാറിപ്പോലെ ക്രോമിയം ആണോ, എഡ്ജ് ആണോ, ചീറ്റ ആണോ, ഡക്ക് ഗോ ആണോ സെർച്ച് എഞ്ചിൻ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ക്രോമിയം എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ അല്ല, ബ്രൗസറാണ്. ഓപ്ഷൻ ബി എഡ്ജ് എന്ന് പറയുന്നത് ബ്രൗസറാണ്. ഓപ്ഷൻ സി ചീറ്റ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആപ്പിൾ കമ്പനിക്കാരുടെ മാക്കിൻ്റെ ഒരു വേർഷനാണ് ചീറ്റ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ ആണ്. ഓപ്ഷൻ ഡി ഡക്ക് ഗോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ. ഈ 4 ഓപ്ഷനിൽ സെർച്ച് എഞ്ചിനാണ് ഡക്ക് ഗോ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് ജിമെയിൽ. മാറിപ്പോലെ ഇമെയിൽ ചോദിക്കാറുണ്ട്, ജിമെയിലും ചോദിക്കാറുണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് തരും. ക്വസ്റ്റ്യൻ ഇതാണ്, ഫാദർ ഓഫ് ജിമെയിൽ. ഓപ്ഷൻ എ പോൾ ബുഷിറ്റ്, ഓപ്ഷൻ ബി റേ ടോമിൽസൺ, ഓപ്ഷൻ സി സബീർ ഫാട്ടിയ, ഓപ്ഷൻ ഡി അജിത് ബാലകൃഷ്ണൻ. ഓപ്ഷൻ എ പോൾ ബുഷിറ്റ്, ഓപ്ഷൻ ബി റേ ടോമിൽസൺ, ഓപ്ഷൻ സി സബീർ ഫാട്ടിയ, ഓപ്ഷൻ സി അജിത് ബാലകൃഷ്ണൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ജിമെയിലിൻ്റെ ഫാദർ ആണ്. ജിമെയിലിൻ്റെ ഫാദർ ചോദിച്ചാൽ പോൾ ബുഷിറ്റ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. പോൾ ബുഷിറ്റ് ആണ് ജിമെയിലിൻ്റെ ഫാദർ. ഓപ്ഷൻ ബി റേ ടോമിൽസൺ. ജിമെയിൽ അല്ല, ഇമെയിലിൻ്റെ പിതാവാണ് റേ ടോമിൽസൺ. ഓപ്ഷൻ സി സബീർ ഫാട്ടിയ, ഹോട്ട്മെയിലിൻ്റെ പിതാവാണ്. ഒരു SMS അല്ലെങ്കിൽ ഒരു മെയിൽ സർവീസ് ആണ് rediff.com. rediff.comൻ്റെ പിതാവാണ്. ഓപ്ഷൻ ഡി അജിത് ബാലകൃഷ്ണൻ. പോൾ ബുഷിറ്റ് ഓപ്ഷൻ എ ആണ് ജിമെയിലിൻ്റെ പിതാവ്. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്വിറ്റർ ആരംഭിച്ച വർഷം എന്നാണ് ക്വസ്റ്റ്യൻ. ട്വിറ്റർ സ്റ്റാർട്ട് ചെയ്ത വർഷം. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2006, ഓപ്ഷൻ ഡി 2004. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2006, ഓപ്ഷൻ ഡി 2004. നമുക്കറിയാം ട്വിറ്റർ സ്റ്റാർട്ട് ചെയ്ത വർഷം ഓപ്ഷൻ സി 2006 ആണ്. 2005 സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ്,
2010 സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാം, അതുപോലെ 2004 സ്റ്റാർട്ട് ചെയ്തത് ഫേസ്ബുക്ക്. നമ്മുടെ സോഷ്യൽ മീഡിയാസ് എന്നൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. ഇയറും ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഫാദേഴ്സ് ഒക്കെ അങ്ങോട്ട് പഠിച്ചു വെച്ചോണം, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയ എന്നൊരു ക്വസ്റ്റ്യൻ വരും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ട്വിറ്റർ സ്റ്റാർട്ട് ചെയ്ത വർഷം. ആൻസർ ഓപ്ഷൻ സി 2006 അല്ലെങ്കിൽ 2006. അടുത്ത ക്വസ്റ്റ്യൻ 36ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഏത് IT കമ്പനിയുടെ മോട്ടോ അല്ലെങ്കിൽ ആപ്തവാക്യം എന്നാണ്? തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഏത് കമ്പനിയുടെ മോട്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആപ്പിൾ ആണോ, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ് ആണോ, ഓപ്ഷൻ സി ഒറാക്കിൾ ആണോ, ഓപ്ഷൻ ഡി ഗൂഗിൾ ആണോ? അപ്പം ഏത് കമ്പനിയുടെ മോട്ടോ ആണ് തിങ്ക് ഡിഫറൻറ്റ് എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഒരിക്കൽ കൂടെ പറയുവാണ്. ആപ്പിൾ ആണോ, MS അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആണോ, സി ഒറാക്കിൾ ആണോ, ഡി ഗൂഗിൾ ആണോ? അപ്പോൾ നമ്മുടെ തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഏത് കമ്പനിയുടെ മോട്ടോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആപ്പിൾ എന്നാണ്. ആപ്പിൾ കമ്പനിയുടെ മോട്ടോ ആണ് തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയാം. ബി വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് മൈക്രോസോഫ്റ്റിൻ്റെ മോട്ടോ. ഡോൺ ബി ഈവിൾ എന്ന് പറയുന്നതാണ് ഗൂഗിൾ കമ്പനിക്കാരുടെ മോട്ടോ. ഇൻഫർമേഷൻ ഡ്രിവൺ എന്ന് പറയുന്നതാണ് ഒറാക്കിൾ കമ്പനിയുടെ മോട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തിങ്ക് ഡിഫറൻറ്റ് ആപ്പിളിൻ്റെ ആണ്, ബി വാട്ട്സ് നെക്സ്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ ആണ്, ഡോൺ ബി ഈവിൾ ഗൂഗിളിൻ്റെ ആണ്, നെക്സ്റ്റ് വൺ ഒറാക്കിൾ കൂടിയുണ്ട്, ഇൻഫർമേഷൻ ഡ്രിവൺ. നമ്മുടെ ക്വസ്റ്റ്യൻ തിങ്ക് ഡിഫറൻറ്റ് ഏത് കമ്പനിയുടെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് ചോദിച്ചാൽ ആപ്പിൾ കമ്പനി എന്നെഴുതുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് സൈബർ ടെററിസം വാസ് ഹെൽഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ടെററിസം ഒരു ക്രൈമാണ്. ഇത് ആദ്യമായി നടന്ന സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തമിഴ്നാടാണോ, ഓപ്ഷൻ ബി ആസാം ആണോ, ഓപ്ഷൻ സി ന്യൂഡൽഹി ആണോ, ഓപ്ഷൻ ബി മുംബൈ ആണോ? അപ്പം ആദ്യത്തെ സൈബർ ടെററിസം എവിടെയാണ് നടന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യസ് ഫസ്റ്റ് സൈബർ ടെററിസം വാസ് ഹെൽഡ് ഇൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇത് സംസ്ഥാനം എന്നെഴുതണം. സംസ്ഥാനം തമിഴ്നാടാണോ, ആസാം ആണോ, ന്യൂഡൽഹി ആണോ, മുംബൈ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആദ്യത്തെ സൈബർ ടെററിസം ഹെൽഡ് ചെയ്തത് എവിടെ എന്ന് ചോദിച്ചാൽ സൈബർ ടെററിസം ആദ്യമായിട്ട് നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആസാമിലാണ് ആദ്യത്തെ സൈബർ ടെററിസം നടന്നത്. ആദ്യത്തെ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് ഓപ്ഷൻ എ തമിഴ്നാടിലാണ്. അതുപോലെ ആദ്യത്തെ സൈബർ കോർട്ട് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. സൈബർ കഫേ നിലവിൽ വരുന്നത് മുംബൈയിലാണ്. സൈബർ കേസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിൽ, സൈബർ കോർട്ട് നിലവിൽ വന്നത് ന്യൂഡൽഹിയിൽ, സൈബർ കഫേ നിലവിൽ വന്നത് ബോംബെയിൽ. എന്നാൽ സൈബർ ടെററിസം ആദ്യമായിട്ട് നടന്നത് ഓപ്ഷൻ ബി ആസാം. നമുക്ക് 38ാമത്തെ ക്വസ്റ്റ്യൻ ബുക്കുകളും ഓതറുകളുമാണ്, ഓതേഴ്സിൻ്റെ പേരുമാണ്. 4 ബുക്കുകളും 4 ഓതേഴ്സിൻ്റെ പേരും തന്നിട്ടുണ്ട്. 4 നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൽ നിന്നൊരു പെയർ നമുക്ക് വേണ്ടത്, ഇതിൽ ശരിയായിട്ടുള്ള പെയർ ഏതെന്നാണ് വേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ഹൈഫൺ ഇട്ടിട്ട് അലൻ ട്യൂറിംഗ് എന്നെഴുതുക. മെക്കാനിക്കൽ ഇൻ്റലിജൻസ് എന്നെഴുതിയിട്ട് അലൻ ട്യൂറിങ്ങിൻ്റെ പുസ്തകം എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തേത് മാത്തമെറ്റിക്കൽ ലോജിക് എന്നെഴുതിയിട്ട് ബിൽ ഗേറ്റ്സ് എന്നെഴുതി വെക്കുക. മൂന്നാമത്തേത് ദ റോഡ് എഹെഡ് എന്നാണ്. ദ റോഡ് എഹെഡ് എന്നെഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് ആളിൻ്റെ പേര് റിച്ചാർഡ് സ്റ്റാൽമാൻ എന്നെഴുതി വെക്കുക. നാലാമത്തേത് സയൻസ് ആൻഡ് റിഫോം എന്നെഴുതിയിട്ട് അവിടെ ബിൽ ഗേറ്റ്സ് എന്നെഴുതി വെക്കുക. അപ്പം മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ഹൈഫൺ ആളിൻ്റെ പേര് അലൻ ട്യൂറിംഗ്, മാത്തമെറ്റിക്കൽ ലോജിക് ഹൈഫൺ ബിൽ ഗേറ്റ്സ് എന്നെഴുതി വെക്കുക. ദ റോഡ് എഹെഡ് ആളിൻ്റെ പേര് റിച്ചാർഡ് സ്റ്റാൽമാൻ എന്നെഴുതി വെക്കുക. സയൻസ് ആൻഡ് റിഫോം ആളിൻ്റെ പേര് ബിൽ ഗേറ്റ്സ് എന്നെഴുതി വെക്കുക. ഈ 4 ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ജോഡികൾ ആണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഒന്നാമത്തെ ജോഡി മാത്രം ശരി എന്നാണ്, അതായത് ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ആൻസർ. മെക്കാനിക്കൽ ഇൻ്റലിജൻസ് അലൻ ട്യൂറിംഗ് മാത്രമാണ് ശരി എന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി ആദ്യത്തെ 2 ശരിയെന്നാണ്, 1ഉം 2ഉം ശരിയെന്നാണ്. മെക്കാനിക്കൽ ഇൻ്റലിജൻസ് അലൻ ട്യൂറിംഗും ശരിയാണ്, മാത്തമെറ്റിക്കൽ ലോജിക് ബിൽ ഗേറ്റ്സും ശരി എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ. 3 2ഉം 3ഉം ശരിയെന്നാണ്, അതായത് മാത്തമെറ്റിക്കൽ ലോജിക് ബിൽ ഗേറ്റ്സും ശരിയാണ്, ദ റോഡ് എഹെഡ് റിച്ചാർഡ് സ്റ്റാൽമാനും ശരിയെന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ 2 മാത്രം ശരിയെന്നാണ്, മാത്തമെറ്റിക്കൽ ലോജിക് ബിൽ ഗേറ്റ്സ്
മാത്രമാണ് ശരി എന്നാണ് ഓപ്ഷൻ. ഓപ്ഷൻ എ ഒന്നാമത്തേത് ശരി, ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി, ഓപ്ഷൻ സി 1ഉം 3ഉം ശരി, ഓപ്ഷൻ ഡി 2 മാത്രം ശരി. അപ്പം നമുക്ക് 4 ഓതേഴ്സ് ആൻഡ് 4 ബുക്സ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 1 മാത്രമാണ് ശരി. മെക്കാനിക്കൽ ഇൻ്റലിജൻസിൻ്റെ ഓതർ അലൻ ട്യൂറിംഗ് കറക്റ്റ് ആൻസർ ആണ്. എന്നാൽ മാത്തമാറ്റിക്കൽ ലോജിക് നമുക്ക് പറഞ്ഞത് ബിൽ ഗേറ്റ്സ് ആണ്, തെറ്റാണ്. മാത്തമാറ്റിക്കൽ ലോജിക്കിൻ്റെ ആള് അലൻ ട്യൂറിംഗ് തന്നെയാണ്. മാറിപ്പോലെ മെക്കാനിക്കൽ ഇൻ്റലിജൻസിൻ്റെ പിതാവും അലൻ ട്യൂറിംഗ് ആണ്. മാത്തമാറ്റിക്കൽ ലോജിക്കിൻ്റെ പിതാവ് ബിൽ ഗേറ്റ്സ് അല്ല, അതും അലൻ ട്യൂറിംഗ് തന്നെയാണ്. ദ റോഡ് എഹെഡ് നമുക്ക് തന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. റോഡ് എഹെഡ് എന്ന പുസ്തകം എഴുതിയ റിച്ചാർഡ് സ്റ്റാൾമാൻ അല്ല, അത് ബിൽ ഗേറ്റ്സിൻ്റെ ബുക്കാണ്. റിച്ചാർഡ് സ്റ്റാൾമാൻ്റെ ബുക്കല്ല. ദ റോഡ് എഹെഡ് ബിൽ ഗേറ്റ്സിൻ്റെ ബുക്കാണ്. സയൻസ് ആൻഡ് റിഫോം നമുക്ക് പറഞ്ഞത് ബിൽ ഗേറ്റ്സ് എന്നാണ്. സയൻസ് ആൻഡ് റിഫോം ബിൽ ഗേറ്റ്സിൻ്റെ ബുക്കല്ല. സയൻസ് ആൻഡ് റിഫോം ആരുടെ ബുക്ക് എന്ന് ചോദിച്ചാൽ ചാൾസ് ബാബേജിൻ്റെ ബുക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് പേരാണ് ശരി എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് വൺ മെക്കാനിക്കൽ ഇൻ്റലിജൻസ്, ഓപ്ഷൻ എ മെക്കാനിക്കൽ ഇൻ്റലിജൻസ് അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന പേര് മാത്രമാണ് ശരി. അടുത്തത് നമ്മുടെ 39ാമത്തെ ക്വസ്റ്റ്യൻ WWW വേൾഡ് വൈഡ് വെബ് ദിനം എന്നതാണ്. ഓപ്ഷൻ എ ഓഗസ്റ്റ് 1, ഓപ്ഷൻ ബി ജാനുവരി 8, ഓപ്ഷൻ സി ജാനുവരി 28, ഓപ്ഷൻ ഡി ജൂൺ 23. മാറിപ്പോലെ വേൾഡ് വൈഡ് വെബ് ദിനം അല്ലെങ്കിൽ WWW ദിനം എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓഗസ്റ്റ് 1 ആണോ, ഓപ്ഷൻ ബി ജാനുവരി 8 ആണോ, ഓപ്ഷൻ സി ജാനുവരി 28 ആണോ, ഓപ്ഷൻ ഡി ജൂൺ 23 ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ WW ദിനം എന്നാണ്. ഓപ്ഷൻ എ ഓഗസ്റ്റ് 1 ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് WWW ദിനം എന്നു ചോദിച്ചാൽ ഓഗസ്റ്റ് 1 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ജാനുവരി 8 ഇൻ്റർനാഷണൽ ടൈപ്പിംഗ് ദിനമാണ്. ഇൻ്റർനാഷണൽ ടൈപ്പിംഗ് ദിനം എന്നു ചോദിച്ചാൽ അതാണ് ഓപ്ഷൻ ബി ജാനുവരി 8. ഡേറ്റ പ്രൈവസി ദിനം എന്നു ചോദിക്കാറുണ്ട്. ഡേറ്റ പ്രൈവസി ദിനം എന്നറിയപ്പെടുന്നതാണ് ഓപ്ഷൻ ജി ജാനുവരി 28. അതുപോലെ ജൂൺ 23 പ്രത്യേകത ഓപ്ഷൻ ഡിയും കൂടെ അങ്ങ് പഠിച്ചു വെക്കുക. ഇൻ്റർനാഷണൽ ടൈപ്പ് റൈറ്റേഴ്സ് ദിനം, ടൈപ്പിംഗ് ദിനം ചോദിച്ചാൽ ജാനുവരി 8, ടൈപ്പ് റൈറ്റേഴ്സ് ദിനം ചോദിച്ചാൽ ജൂൺ 23. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വേൾഡ് വൈഡ് വെബ് ദിനം എന്നാണ്. വേൾഡ് വൈഡ് വെബ് ദിനം എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 1, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 40ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. IT ആക്ട് 2000 നിലവിൽ വന്നപ്പോൾ എത്ര ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു എന്നാണ്. IT ആക്ട് 2000 നിലവിൽ വരുന്ന സമയത്ത് എത്ര ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 15. IT ആക്ട് 2000 നിലവിൽ വരുമ്പോൾ എത്ര ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 15. നമുക്കറിയാം IT ആക്ട് നിലവിൽ വരുന്ന സമയത്ത് ചാപ്റ്ററുകളുടെ എണ്ണം 13 ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ അതിനെ ഒരു പ്രാവശ്യം ഭേദഗതി ചെയ്തു. ഭേദഗതി ചെയ്തത് 2008, അത് കഴിഞ്ഞിട്ട് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഒന്നുകൂടി. 2008 ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 14 വരണം. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ IT ആക്ട് 2000 നിലവിൽ വരുമ്പോൾ എത്ര ചാപ്റ്ററുകൾ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി 13 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 41ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമ്പിൾ എഴുതുക അല്ലെങ്കിൽ ആൻറ്റിവൈറസിന് ഉദാഹരണം എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഓപ്ഷൻ എ മൈധൂം എന്നതാണ്, ഓപ്ഷൻ ബി മെലീസ എന്നാണ്, ഓപ്ഷൻ സി ചെർണോബിൽ എന്നാണ്, ഓപ്ഷൻ ഡി നോർട്ടൺ എന്നാണ്. ആൻറ്റിവൈറസിന് ഉദാഹരണം എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. 41ാമത്തത് ഓപ്ഷൻ എ മൈധൂം ആണോ, ഓപ്ഷൻ ബി മെലീസ ആണോ, ഓപ്ഷൻ സി ചെർണോബിൽ ആണോ, ഓപ്ഷൻ ഡി നോർട്ടൺ ആണോ. നമ്മൾ ആൻറ്റിവൈറസുകൾ ഉപയോഗിക്കുന്നത് വൈറസുകളെ കളക്ട് ചെയ്യാനും അവയെ നശിപ്പിക്കാനൊക്കെയാണ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷനിൽ ഇവർക്ക് ചോദിച്ചത് വൈറസിന് എക്സാമ്പിൾ എന്നല്ല, ആൻറ്റിവൈറസിന് ഉദാഹരണം എന്നാണ്. മൈധൂം ഓപ്ഷൻ എ, ബി മെലീസ, സി ചെർണോബിൽ, ഇത് 3ഉം വൈറസ് ആണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ആൻറ്റിവൈറസ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി എന്ന് ആണ്. ഓപ്ഷൻ ഡി നോർട്ടൺ എന്ന് പറയുന്നത് വൈറസ് അല്ല, നോർട്ടൺ എന്ന് പറയുന്നത് ആൻറ്റിവൈറസിന് ഉദാഹരണമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, നോർട്ടൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആൻറ്റിവൈറസ്. നമുക്ക് അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ചെക്ക് പ്രോസസ്സിംഗിന് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതെന്നാണ്. ചെക്ക് പ്രോസസ്സിംഗിന് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഓപ്ഷൻ 1 എ OMR ആണോ, ഓപ്ഷൻ ബി OCR ആണോ, ഓപ്ഷൻ സി MICR ആണോ, ഓപ്ഷൻ ഡി സ്കാനർ ആണോ. ഓപ്ഷൻ എ OMR, ഓപ്ഷൻ ബി OCR, ഓപ്ഷൻ സി MICR, ഓപ്ഷൻ ഡി സ്കാനർ. നമുക്കറിയാം ചെക്ക് പ്രോസസ്സിങ്ങിന് ബാങ്കിൽ ഉപയോഗിക്കുന്ന
ഇൻപുട്ട് ഉപകരണമാണ് ഓപ്ഷൻ സി MICR. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ എന്ന് പറയും. MICR ആണ് ചെക്ക് പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്നത്. MICRന്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ എന്നാണ്. OMR നമുക്ക് ഓപ്ഷൻ എ അറിയാം, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെയൊക്കെ വാല്യൂഷൻ ഉപയോഗിക്കുന്നതാണ് OMR. OCR നമുക്കറിയാം, നമ്മുടെ ഇമേജ് ഫോർമാറ്റിനെ ടെക്സ്റ്റിലോട്ട് മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് OCR. സ്കാനർ പേപ്പർ ഡോക്യുമെൻ്റ് ഡിജിറ്റൽ ആക്കാനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെക്ക് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഓപ്ഷൻ സി MICR. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. യൂണിവാക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഏത് ജനറേഷനിൽ വരുന്ന കമ്പ്യൂട്ടറിന് ഉദാഹരണം എന്നാണ്. യൂണിവാക് ഏത് തലമുറയിൽ വരുന്ന കമ്പ്യൂട്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. യൂണിവാക് ഏത് തലമുറയിൽ വരുന്ന കമ്പ്യൂട്ടറിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ രണ്ടാം തലമുറ, ഓപ്ഷൻ ബി ഒന്നാം തലമുറ, ഓപ്ഷൻ സി മൂന്നാം തലമുറ, ഓപ്ഷൻ ഡി നാലാം തലമുറ. ഓപ്ഷൻ എ രണ്ടാം തലമുറയാണോ യൂണിവാക് എന്നാണ്, ഓപ്ഷൻ ബി ഒന്നാം തലമുറയിലാണ്, ഓപ്ഷൻ സി മൂന്നാം തലമുറ, ഓപ്ഷൻ ഡി നാലാം തലമുറ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, ജനറേഷൻസ് നമ്മൾ പഠിച്ചതാണ്. യൂണിവാക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് പൂർണ്ണരൂപം. യൂണിവാക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. യൂണിവാക് ഓട്ടോമാറ്റിക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ എന്നൊക്കെ അറിയപ്പെടും. ഫസ്റ്റ് കൊമേഴ്സ്യൽ കമ്പ്യൂട്ടറാണ് യൂണിവാക്. ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറാണ് യൂണിവാക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, യൂണിവാക് ഏത് തലമുറ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇനിയാക്, എഡ്സാക്, എഡ്വാക് ആൻഡ് യൂണിവാക്. ഇത് നാലും ഏത് തലമുറ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ഫസ്റ്റ് ജനറേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഒന്നാം തലമുറയിൽ വരുന്ന കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ് യൂണിവാക്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 44ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ബോർഡിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. 1024 MB ഈസിക്കൽ ടു 1 GB. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, 1024 MB ഈസിക്കൽ ടു 1 GB. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, 1024 PB പെറ്റാബൈറ്റ് ഈസിക്കൽ ടു 1 എക്സാബൈറ്റ് ഓർ EB. 1024 PB ഈസിക്കൽ ടു 1 EB. അടുത്തത് 1024 ടെറാബൈറ്റ് ഈസിക്കൽ ടു 1 സീറ്റാബൈറ്റ് 1 ZB. അടുത്തത് 1024 ZB ഈസിക്കൽ ടു 1 YB. 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ജിഗാബൈറ്റ് എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് 1024 പെറ്റാബൈറ്റ് ഈസിക്കൽ ടു 1 എക്സാബൈറ്റ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. 1024 ടെറാബൈറ്റ് ഈസിക്കൽ ടു 1 സീറ്റാബൈറ്റ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 1024 സീറ്റാബൈറ്റ്സ് ഈസിക്കൽ ടു 1 യോട്ടാബൈറ്റ് എന്ന് പറയുന്നതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് എഴുതേണ്ടത്. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒരു മെമ്മറി കറക്റ്റായിട്ട് വരുന്നില്ല. അത് ഏത് എന്ന് ചൂസ് ചെയ്യുക. രണ്ടാമത്തത് ഓപ്ഷൻ എ ഫസ്റ്റ്, രണ്ടാമത്തത് തെറ്റ് എന്നാണ്. ഓപ്ഷൻ ബി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്, ഓപ്ഷൻ സി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്, ഓപ്ഷൻ ഡി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 1024 MB ഈസിക്കൽ ടു 1 GB, 1024 PB ഈസിക്കൽ ടു 1 EB, 1024 TB ഈസിക്കൽ ടു 1 ZB, 1024 ZB ഈസിക്കൽ ടു 1 YB. ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓപ്ഷൻ എ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 1024 MB ഈസിക്കൽ ടു 1 GB തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. 1024 PB ഈസിക്കൽ ടു 1 EB തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, 1024 TB എന്ന് പറയുന്നത് 1 ZB അല്ലെങ്കിൽ സീറ്റാബൈറ്റ് അല്ല, 1 PB ആണ്, 1 പെറ്റാബൈറ്റ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ റോങ് പെയർ ഏതെന്നാണ്. ദിസ് ഈസ് ദ റോങ് പെയർ. 1024 ZB ഈസിക്കൽ ടു 1 YB തന്നെയാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. തേർഡ് ആണ്. സോ ആൻസർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ 45, മൗസ് ഓപ്പറേഷൻ അല്ലാത്തത് ഏതെന്നാണ്. നമുക്ക് മൗസ് ഓപ്പറേഷൻസ് ഏതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തത്
ക്ലിക്ക് എന്ന് പറയുന്ന ഓപ്പറേഷൻ, രണ്ടാമത്തേത് ഡബിൾ ക്ലിക്ക്, മൂന്നാമത്തേത് റൈറ്റ് ക്ലിക്ക്, നാലാമത്തേത് ലെഫ്റ്റ് ക്ലിക്ക്. ഒക്കെ മാറിപ്പോലെ മൗസ് ഓപ്പറേഷൻ അല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ എ ക്ലിക്ക്, ഓപ്ഷൻ ബി ഡബിൾ ക്ലിക്ക്, ഓപ്ഷൻ സി റൈറ്റ് ക്ലിക്ക്, ഓപ്ഷൻ ഡി ലെഫ്റ്റ് ക്ലിക്ക്. ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, മൂവ്, ഡ്രാഗ്, ഇത് അഞ്ചുമാണ് മൗസ് ഓപ്പറേഷൻസ്. മൗസ് ഓപ്പറേഷനിൽ വരാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ ഡി ലെഫ്റ്റ് ക്ലിക്ക് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ മൗസ് ഓപ്പറേഷൻ അല്ലാത്തത് ഓപ്ഷൻ ഡി ലെഫ്റ്റ് ക്ലിക്കാണ്. നെക്സ്റ്റ് വൺ 46 ഒരു ഫാദറിന്റെ പേര് തന്നെയാണ്. ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരെന്നാണ് ക്വസ്റ്റ്യൻ? ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരെന്നാണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ വിൻസെന്റ് സെർഫ്, ഓപ്ഷൻ ബി ജോൺ വിൻസെന്റ്, ഓപ്ഷൻ സി ടിം ബേണേഴ്സ്-ലീ, ഓപ്ഷൻ ഡി അലൻ ഷൂക്കാർട്ട്. ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരെന്നാണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ വിൻസെന്റ് സെർഫ് ആണോ? ഓപ്ഷൻ ബി ജോൺ വിൻസെന്റ് ആണോ? ഓപ്ഷൻ സി ടിം ബേണേഴ്സ്-ലീ ആണോ? ഓപ്ഷൻ ഡി അലൻ ഷൂക്കാർട്ട് ആണോ? നമുക്കറിയാം ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഓപ്ഷൻ ബി ആണ്, ജോൺ വിൻസെന്റ് ആണ്. വിൻസെന്റ് സെർഫ് ആരെന്നറിയാം, ഇന്റർനെറ്റിന്റെ പിതാവാണ്. ടിം ബേണേഴ്സ്-ലീ നമുക്കറിയാം HTML, WWW, നെക്സസ് ഇതിൻ്റെയൊക്കെ പിതാവാണ് ടിം ബേണേഴ്സ്-ലീ. നമുക്കറിയാം അലൻ ഷൂക്കാർട്ട് ഫ്ലോപ്പിയുടെ പിതാവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഓപ്ഷൻ ബി ജോൺ വിൻസെന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. 47 ഏറ്റവും വേഗതയേറിയ ബ്രൗസർ ഏതെന്നാണ്? ഓപ്ഷൻ എ എഡ്ജ്, ഓപ്ഷൻ ബി സഫാരി, ഓപ്ഷൻ സി എപ്പിക്, ഓപ്ഷൻ ഡി ഗൂഗിൾ ക്രോം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വേഗതയേറിയ ബ്രൗസർ, ഫാസ്റ്റസ്റ്റ് ബ്രൗസർ എന്നറിയപ്പെടുന്ന ബ്രൗസറാണ് ഓപ്ഷൻ ബി സഫാരി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഏറ്റവും വേഗതയേറിയ ബ്രൗസറാണ് സഫാരി. എഡ്ജ് എന്ന് വെച്ചാൽ നമുക്കൊരു ബ്രൗസർ തന്നെയാണ്. ബ്രൗസർ മാത്രമല്ല വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എഡ്ജിനെ കുറിച്ച്. എപ്പിക്ക് ഇന്ത്യയുടെ ആദ്യത്തെ ബ്രൗസറാണ്. ഗൂഗിൾ കമ്പനിക്കാരുടെ ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. അപ്പം ഏറ്റവും വേഗതയേറിയ ബ്രൗസറാണ് ഓപ്ഷൻ ബി സഫാരി. അടുത്ത ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ എ പവർ പോയിന്റ്, ഓപ്ഷൻ ബി എക്സൽ, ഓപ്ഷൻ സി ലിനക്സ്, ഓപ്ഷൻ ഡി വേർഡ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ എ പവർ പോയിന്റ്, ഓപ്ഷൻ ബി എക്സൽ, ഓപ്ഷൻ സി ലിനക്സ്, ഓപ്ഷൻ ഡി വേർഡ്. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇവിടെ പവർ പോയിന്റ് ഓപ്ഷൻ എ, ബി എക്സൽ, ഡി വേർഡ്. ഇത് മൂന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. നമുക്ക് ചോദിച്ചത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതെന്നാണ്? ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ലിനക്സ് എന്നാണ്. നമുക്ക് അടുത്ത് 49ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആൻഡ്രോയിഡ് വേർഷൻ അല്ലാത്ത അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വെർഷനിൽ പെടാത്തത് ഏത് എന്നാണ്? ഓപ്ഷൻ എ കപ്പ് കേക്ക് എന്നാണ്, ഓപ്ഷൻ ബി ലോലിപോപ്പ് എന്നാണ്, ഓപ്ഷൻ സി മിൽക്കി ബാർ എന്നാണ്, ഓപ്ഷൻ ഡി ജെലിബീൻ എന്നാണ്. ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ് ഒക്കെ സ്വീറ്റ്സ് മധുരപലഹാരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ആൻഡ്രോയിഡ് വേർഷൻ അല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ എ കപ്പ് കേക്ക്, ഓപ്ഷൻ ബി ലോലിപോപ്പ്, ഓപ്ഷൻ സി മിൽക്കി ബാർ, ഓപ്ഷൻ ഡി ജെലിബീൻ. നമുക്കറിയാം കപ്പ് കേക്കാണ് അവരുടെ ആദ്യത്തെ OS അല്ലെങ്കിൽ ആദ്യത്തെ C ഫോർ കപ്പ് കേക്കാണ്. ലോലിപോപ്പ് എല്ലാണ്, കറക്റ്റായിട്ടാണ്. J ഫോർ ജെല്ലിബീൻ ആണ് നമുക്ക് ആൻസർ വരാത്തത്. മാഷ്മിലോ ആണ് എമ്മിൽ വരുന്നത്, മിൽക്കി ബാർ അല്ല. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി മിൽക്കി ബാർ ആണ് റോങ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ആൻഡ്രോയിഡിൻ്റെ വേർഷൻ അല്ലാത്തത് ഓപ്ഷൻ സി മിൽക്കി ബാർ എന്ന് എഴുതുക. നമ്മുടെ ലാസ്റ്റ് ആൻഡ് 50ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. CDMA പൂർണ്ണരൂപം എന്തെന്നാണ്? അബ്രിവേഷൻ എന്തെന്നാണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ് എന്നാണോ? ബി കോഡ് ഡിവിഷൻ മൈക്രോ അസസ് എന്നാണോ? സി കോഡഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ അസസ് എന്നാണോ? ഡി കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ അസസ് എന്നാണോ? CDMA സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്, ബി കോഡ് ഡിവിഷൻ മൈക്രോ അസസ്, സി കോഡഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ അസസ്, ഡി കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ അസസ്. CDMA 2 തവണ ചോദിച്ചിട്ടുണ്ട്. CDMA സ്റ്റാൻഡ്സ് ഫോർ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ അസസ് എന്നാണ്. ഓപ്ഷൻ ഡി കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ അസസ് എന്നതാണ് റൈറ്റ് ആൻസർ. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് പേപ്പറിലെ 50 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ തന്നെ എത്ര എണ്ണം റൈറ്റ് ആയെന്ന് കൗണ്ട് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയാലും
കുഴപ്പമില്ല, അതായത് എത്ര മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല എന്നല്ല, ലോ സ്കോർ ആയാലും ഹൈ സ്കോർ ആയാലും നമുക്ക് നമ്മുടെ സ്വയം നമ്മളെവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു പരീക്ഷയാണ്. തീരെ മാർക്ക് കുറഞ്ഞവർ ഇമ്പ്രൂവ് ചെയ്യണം നന്നായിട്ട്. സോ ഇതെല്ലാം ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്നിക്കൂടുതൽ തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിയത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയും നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.